ഈ വീടിനെ നമുക്ക് എഴുത്തുപുര എന്ന് തന്നെ പറയാം. കാരണം ഒരാൾ കഥാകാരനാണെങ്കിൽ മറ്റു രണ്ടുപേർ ഇവിടെ കവയിത്രികളാണ്. നമസ്കാരം, ട്രൂത്ത് വിഷനിലേക്ക് സ്വാഗതം. ഇപ്പോൾ തന്നെ നിങ്ങൾക്കത് ആരാണെന്ന് മനസ്സിലായിട്ടുണ്ടാകും. മറ്റാരുമല്ല, കൊട്ടിയൂരിൻ്റെ സ്വന്തം കവയിത്രിയായ ബിന്ദു ശാസ്തയും കുടുംബവുമാണ്. ഒരു കുഞ്ഞു പൂവിനു ഗന്ധം പരത്തുവാൻ അമ്മയെന്നുള്ള രണ്ടക്ഷരങ്ങൾ, പൂവിനു വർണ്ണവും ചന്തവും നൽകുവാൻ മാതാവിൻ്റെ രണ്ടു കരങ്ങൾ വേണം. നമസ്കാരം ബിന്ദു ചേച്ചി. നമസ്കാരം. കൊട്ടിയൂരിൻ്റെ സ്വന്തം കവയിത്രിയാണ്. ഇപ്പോൾ ഇതാ ചേച്ചിയെ തേടി വയലാർ സ്മൃതി അവാർഡും കൂടെ വന്നിരിക്കുകയാണ്. ഈ ഒരു നിമിഷം ചേച്ചിക്ക് എന്താണ് ഞങ്ങളോട് പറയാനുള്ളത്? എനിക്ക് വളരെ അഭിമാനം തോന്നുന്നു. കാരണം എന്നെ സംബന്ധിച്ച് ഒരു ഗ്രാമപ്രദേശത്ത് നിന്ന് ഇങ്ങനെ ഒരു എഴുത്തിൻ്റെ വഴിയിലോട്ട് വരിക എന്നുള്ളത് യാദൃശ്യമായിട്ട് വന്ന കാര്യമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു വലിയ അവാർഡുകൾ അല്ലെങ്കിൽ വലിയൊരു പുരസ്കാരം, വലിയൊരു അംഗീകാരം കിട്ടുക എന്നെ സംബന്ധിച്ച് വളരെ സന്തോഷവും അഭിമാനവും തോന്നുന്ന സമയം. ഈ പുരസ്കാരങ്ങൾ ലഭിച്ചത് ചേച്ചിയുടെ കവിതാ സമാഹാരത്തിനാണോ? പുരസ്കാരങ്ങൾ ലഭിച്ചതെന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ പുണ്യം എന്ന് പറഞ്ഞ കവിത, ഇപ്പം വയലാർ സ്മൃതി അവാർഡ് കിട്ടിയത് പുണ്യം എന്നുള്ള കവിതയും, പിന്നെ 2 ഭക്തിഗാന ആൽബം പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു, പിന്നെ ഒരു നാടൻ പാട്ട്, 2 ലളിതഗാനം. ഇത്രയും അവരുടെ അടുത്ത് സമർപ്പിച്ച പിന്നെയാണ് അവർ സമാഹാരത്തിന് അർഹതമായത്. കൊട്ടിയൂരിനെ കുറിച്ച് എഴുതിയ ശിവഭക്തിഗാനത്തിന് പിറകിൽ ഒരു കഥയുണ്ടല്ലോ, അത് ഞങ്ങളോടൊന്ന് പറയാമോ? അത് ഞാൻ കവിതകളൊക്കെ എഴുതി 1-2 വർഷത്തോളം കവിത തന്നെ എഴുതി. പിന്നെ എനിക്കൊന്നും എഴുതാൻ പറ്റാത്തൊരു സാഹചര്യം, മനസ്സിന് ഒരു ഇതില്ല, എഴുതാൻ പറ്റാത്ത ഒരു അക്ഷരം പോലും മനസ്സിലോട്ട് വരാത്തൊരു സമയത്ത് വിഷമം തോന്നി. എനിക്ക് എഴുത്ത് നിർത്തേണ്ടി വരുമോ അല്ല നിർന്നു പോകുമോ എന്നുള്ളൊരു ആശങ്ക വന്നപ്പോൾ ഞാൻ കൊട്ടിയൂരപ്പൻ്റെ സന്നിധിയിൽ പോയിട്ട് കുറച്ച് നേരം പറഞ്ഞാൽ ഒരു മണിക്കൂറോളം പ്രാർത്ഥിച്ച് അവിടെ തന്നെ ഇരുന്ന് എഴുതിയ ഭക്തിഗാനമാണ് ഇത്. ഭക്തിഗാന ആൽബം ശങ്കരനാമം എന്നുള്ള ഭക്തിഗാനം പുറത്തു വന്നത്. പിന്നെ അതിനോടനുബന്ധിച്ച് ഇപ്പോൾ ശരണമന്ത്രം എന്ന് പറഞ്ഞ വേറൊരു ഭക്തിഗാനം, അയ്യപ്പ ഭക്തിഗാനം ഇറങ്ങി. അത് ഇനി ഇപ്പം ഈ 22-ാം തീയതി ഒരു ദേവി ഭക്തിഗാനം ഇറങ്ങാൻ പോകുന്നുണ്ട്. അത് തൃപ്പൂണിത്തറയാണ് അതിൻ്റെ കമ്പോസിങ് റെക്കോർഡിങ് നടക്കുന്നത്. പിന്നെ ആ ഒരു സന്തോഷത്തിലാണ്. 2025-26 എൻ്റെ 3ാമത്തെ ആൽബമാണ്. 8 മാസത്തിനിടയിൽ എൻ്റെ 3ാമത്തെ ആൽബമാണ് 22-ാം തീയതി പുറത്തിറങ്ങാൻ പോകുന്നത്. ഒരു കവിത പിറക്കുക എന്ന് പറയുമ്പോൾ ഒരുപാട് ക്ഷമയും അതുപോലെ തന്നെ സമയവും വേണ്ടുന്ന ഒരു കാര്യമാണ്. ഈ ഒരു കാര്യത്തിനായിട്ട് ചേച്ചിയുടെ കുടുംബത്തിൻ്റെ സപ്പോർട്ട് എങ്ങനെയായിരുന്നു? കുടുംബത്തിൻ്റെ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ അതാണ് എൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹം. കാരണം ഭർത്താവ് ഒരു കലാകാരനാണ്, നേരത്തെ തൊട്ടേ എഴുത്തുകാരനുമാണ്, കലാകാരനുമാണ്. അപ്പോൾ എൻ്റെ എഴുത്തിനെല്ലാം എൻ്റെ മക്കളെയും എൻ്റെ കലാമേഖലയെ കൂടുതൽ പിന്തുണച്ചുകൊണ്ട് ഏട്ടൻ്റെ നല്ല സപ്പോർട്ട് എനിക്കുണ്ട്. അതുപോലെ തന്നെ മകളും ആ ഒരു വഴിക്ക് എഴുത്തിന് നല്ല എന്താ പറയുക, കുട്ടിക്ക് നല്ല എഴുതാൻ കഴിവുണ്ട്. പക്ഷേ ഇപ്പം വിദ്യാഭ്യാസ സംബന്ധമായിട്ട് കുട്ടി എഴുതാനുള്ള സമയക്കുറവ് മാത്രം. എന്നാലും അവളുടെ എഴുത്ത് 2 മാസികകളിൽ വന്നിട്ടുണ്ട്, അവളുടെ കവിത 2 മാസികകളിൽ വന്നിട്ടുണ്ട്. അതുപോലെ എൻ്റെ എഴുത്തിൻ്റെ എല്ലാ സപ്പോർട്ടും പിന്നെ എൻ്റെ ഭർത്താവ്, എൻ്റെ മക്കളുമാണ്. കലാകുടുംബം നേരത്തെ തൊട്ടേ കലാകുടുംബം ആയിരുന്നതുകൊണ്ട് അതിന് യാതൊരു തടസ്സങ്ങളുമില്ല. എൻ്റെ എല്ലാ സപ്പോർട്ടും, എൻ്റെ അനുഗ്രഹവും എൻ്റെ ഭർത്താവും എൻ്റെ കുടുംബവുമാണ്. നിങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഏതെങ്കിലും ഒരു കവിതയൊന്ന് പാടാമോ? ആദ്യമായിട്ട് എഴുതാൻ തുടങ്ങിയത് 2021-ലാണ്. എൻ്റെ ഭർത്താവ് പ്രതിഭ എന്ന് പറഞ്ഞൊരു കലാഗ്രൂപ്പ് തുടങ്ങിയായി കൊറോണയോട് സംബന്ധിച്ച്. അപ്പോൾ എന്താ പറയുക, എല്ലാ കഴിവുകളും പ്രകടിപ്പിക്കാനുള്ളൊരു വേദി എന്നുള്ള ഒരു രീതിയിലാണ്. അപ്പം അങ്ങനെയാണ് ആ പ്രതിഭ കലാകുടുംബത്തിൽ നിന്നാണ് ഞാൻ എഴുത്ത് ആരംഭിച്ചത്. വാട്സപ്പ് കൂട്ടായ്മയാണ്. അപ്പം നമുക്കറിയാവുന്ന കുറച്ച് കലാകാരന്മാരെ സംഘടിപ്പിച്ചുകൊണ്ട് അപ്പം ഞാൻ 2018-19 പിന്നെ വാട്സപ്പ് കൂട്ടായ്മ തുടങ്ങി. 21-ലാണ് എഴുത്ത് തുടങ്ങിയത്. ഞാൻ ആദ്യമായിട്ട് എഴുതിയ കവിതയുടെ ഒരു 4 ലൈൻ പാടാം. മാതൃത്വം എന്നാണ് കവിതയുടെ പേര്. ഒരു കുഞ്ഞു പൂവിനു ഗന്ധം പരത്തുവാൻ അമ്മയെന്നുള്ള 2 അക്ഷരങ്ങൾ, പൂവിനു വർണ്ണവും ചന്തവും നൽകുവാൻ മാതാവിൻ്റെ 2 കരങ്ങൾ വേണം. ഓരോ ദിനങ്ങൾ കൊഴിഞ്ഞു പോകുമ്പോഴും അമ്മ തൻ നേരെ
മിഴി തുറന്നു. കുഞ്ഞിളം പൈതലൻ കൗതുകം കാട്ടുവാൻ പുഞ്ചിരി മാത്രം തിരിച്ചു നൽകി. പുലരിയും പൂക്കളും അമ്പിളി മാമനും കൺകുളിർക്കെ അവൻ കണ്ടുവന്നു. അമ്മതൻ ജീവിത സൗഭാഗ്യമൊക്കെയും താരാട്ടുപാട്ടിൽ പകർന്നു നൽകി. ഞങ്ങളിവിടെ വന്നപ്പോൾ കണ്ടു പുരസ്കാരങ്ങളുടെ ഒരു പെരുമഴ തന്നെയാണ് ഈ വീട്ടിലുള്ളത്. ചേച്ചിക്ക് ഏതൊക്കെ അവാർഡുകളാണ് കിട്ടിയിട്ടുള്ളതെന്നൊന്ന് പറയാമോ? എനിക്ക് കിട്ടിയത് പ്രതിഭാ പുരസ്കാരം, സാഹിത്യ മേഖലയുടെ പ്രതിഭാ പുരസ്കാരം കിട്ടി. അതുപോലെ പെൺഡ്രൈവിൻ്റെ വേൾഡ് സ്റ്റാർ അവാർഡ് കിട്ടി. വേൾഡ് സ്റ്റാർ അവാർഡ് എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല വാക്കുകൾക്ക് ഒരു പിന്നെ ഒരു അവാർഡ് തന്നിരുന്നു. പിന്നെ ഇപ്പം വയലാസ്മൃതി അവാർഡ് കിട്ടി. പിന്നെ നാട്ടിൽ നല്ല ഒട്ടുമിക്ക നമ്മുടെ കൊട്ടിയൂർ സംബന്ധിച്ച് എല്ലാ മേഖലകളിൽ നിന്നും സാംസ്കാരിക സംഘടനകളിൽ നിന്നും ഇന്ന് എനിക്ക് ഒത്തിരി അംഗീകാരങ്ങൾ കിട്ടി. സ്നേഹപൂർവ്വം ശ്രീകുട്ടിയും പുണ്യവുമൊക്കെ ഈ എഴുത്തുപുരയിൽ പിറവിയെടുത്ത കൃതികളാണ്. ബിന്ദു ശാസ്ത കൊട്ടിയൂരിനും കുടുംബത്തിനും ഇനിയും ഒരുപാട് കൃതികൾ ഇതുപോലെ എഴുതുവാനും അതുവഴി കൊട്ടിയൂരിൻ്റെ പ്രശസ്തി ഉയർത്തുവാനും സാധിക്കട്ടെ എന്ന് ആശംസിച്ചു കൊള്ളുന്നു. അശ്വതി കൊട്ടിയൂരിനോടൊപ്പം മേഘ നോബിൾ, ട്രൂത്ത് വിഷൻ ന്യൂസ്, കേളകം.